എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് വളരെ ശക്തമായൊരു വിഷയമാണ്. വൈബ്രേഷൻ ഉയർത്തി ആഗ്രഹങ്ങൾ എങ്ങനെ ആകർഷിക്കാം. യൂണിവേഴ്സ് എല്ലായ്പ്പോഴും നമ്മുടെ വൈബ്രേഷനോട് പ്രതികരിക്കുന്നു. അതായത് നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ എനർജി എത്ര ഹൈ ആണ്, അതാണ് നിങ്ങളുടെ റിയാലിറ്റിയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിയാൽ നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം എഫേർട്ട്ലെസ്ലി അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് വൈബ്രേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസിൽ കേൾക്കുന്നൊരു വാക്കാണ് വൈബ്രേഷൻ. പലർക്കും ആ ഒരു വാക്കിൽ കൺഫ്യൂഷൻ വരാം. എന്താണ് വൈബ്രേഷൻ, അല്ലെങ്കിൽ എന്താണ് വൈബ്രേഷൻ എന്നറിയാത്ത ആളുകളും ഉണ്ടാകാം. എന്താണ് വൈബ്രേഷൻ എന്ന് വെച്ചാൽ, എല്ലാത്തിനും, നമ്മുടെ ശരീരത്തിനും ചിന്തകൾക്കും വാക്കുകൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട്. അതൊരു എനർജി ഫ്രീക്വൻസിയാണ്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ, നന്ദിയോടെ ജീവിക്കുമ്പോൾ യൂണിവേഴ്സിനോട് അലൈൻഡ് ആയിരിക്കുന്നു. പക്ഷേ നമ്മൾ ഭയം, ദുഃഖം അല്ലെങ്കിൽ ദേഷ്യം, കുറ്റബോധം ഇവയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവയിൽ കുടുങ്ങി കിടക്കുമ്പോൾ വൈബ്രേഷൻ താഴും. അതിനാൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വൈബ്രേഷൻ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താം എന്ന് നോക്കാം. അതിനായി ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായ 5 മാർഗങ്ങൾ പറഞ്ഞു തരാം. വൈബ്രേഷൻ ഉയർത്താനുള്ള 5 ശക്തമായ മാർഗങ്ങൾ. ഒന്നാമത്തെ മാർഗം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നന്ദിയോടുകൂടി നമ്മുടെ ഒരു ദിവസം തുടങ്ങുക. എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ 3 കാര്യങ്ങൾ എഴുതുക. അതായത്, എനിക്ക് ഇത് ലഭിച്ചതിന് നന്ദി, എനിക്ക് ഇത് കിട്ടിയത് എത്ര ഭാഗ്യമാണ്, എൻ്റെ ഈ അനുഭവത്തിന് നന്ദി എന്നീ കാര്യങ്ങളൊന്ന് കുറിച്ചു വെക്കുക. അതെന്തുമാകാം. നമുക്ക് ആരെങ്കിലും ചെറിയൊരു മിഠായി തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. പലരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന സമയത്ത് എന്നോട് പറയുന്ന കാര്യമുണ്ട്, എനിക്ക് നന്ദി പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. നമുക്ക് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളിൽ നന്ദി പറഞ്ഞു തുടങ്ങിയ നമുക്ക് ഒരുപാട് നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തെ മാർഗം, പോസിറ്റീവ് സെൽഫ് ടോക്ക്. അതായത് സ്വയം സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. നമ്മളെപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നാം എത്രത്തോളം സ്വയം നെഗറ്റീവായി സംസാരിക്കാറുണ്ട്. എനിക്ക് കഴിയില്ല, എനിക്കതിന് അർഹതയില്ല എന്നതിന് പകരം നിങ്ങൾ ഇനി പറയേണ്ടത്, എനിക്ക് കഴിയുമെന്നുറപ്പുണ്ട്, ഞാൻ ലിമിറ്റ്ലെസ് ആണ്, ഞാൻ ഡിസേർവിംഗ് ആണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ എനർജിയെയും നിങ്ങളുടെ റിയാലിറ്റിയെയും ഷേപ്പ് ചെയ്യുന്നു എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ മാർഗം, മെഡിറ്റേഷൻ ആൻഡ് ഡീപ്പ് ബ്രീത്തിങ്. മൈൻഡ് കാം ആകുമ്പോൾ ഹാർട്ട് ഫ്രീക്വൻസി ഉയരും. 10 മിനിറ്റ് മെഡിറ്റേഷൻ ദിവസവും ചെയ്താൽ വൈബ്രേഷൻ ഇൻസ്റ്റൻ്റായി മാറ്റാം. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ തണുത്ത ശ്വാസം ഫീൽ ചെയ്ത് എന്നിലേക്ക് പോസിറ്റീവ് എനർജി നിറഞ്ഞു എന്നും, പുറത്തേക്ക് പോകുമ്പോൾ വായിലൂടെ ചൂടുള്ള ശ്വാസം ഫീൽ ചെയ്ത് എന്നിലെ എല്ലാ നെഗറ്റീവ് ഫീലിങ്സും പുറത്തേക്ക് പോയി എന്നും വിശ്വസിക്കുക. ഒപ്പം ഒരു മന്ത്രം പോലെ ഐ ആം ലൈറ്റ്, ഐ ആം ലവ്, ഐ ആം അലൈൻഡ് എന്നും പറയുക. നാലാമത്തെ മാർഗം, മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ്. ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. സൗണ്ട് വൈബ്രേഷൻ നിങ്ങളുടെ എനർജിയെ കൂടുതൽ ഉയർത്തും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോൾ സെൽസ് തന്നെ ഹീലാകാൻ തുടങ്ങുന്നു. അഞ്ചാമത്തെ മാർഗം, നേച്ചർ ആൻഡ് സൈലൻസ്. ചില നിമിഷങ്ങൾ
പ്രകൃതിയുമായി ഇടപഴകുക. കുറച്ചു നേരം സൈലന്റ് ആയിരിക്കാൻ നോക്കുക. കാരണം നിശബ്ദതയിൽ യൂണിവേഴ്സിറ്റി എനർജി എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ കഴിയും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈയാകും. നിങ്ങളുടെ വൈബ്രേഷൻ ഹൈയായാൽ നമുക്ക് ഫീലാകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ കോയിൻസിഡൻറ്റ് നടക്കും. നിങ്ങൾക്ക് ഭയം കുറയും, ഫെയ്ത്ത് കൂടും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു തുടങ്ങും. അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് 111, 222 തുടങ്ങിയ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണാൻ തുടങ്ങും. അതിനർത്ഥം നിങ്ങൾ യൂണിവേഴ്സുമായി അലൈൻഡായി എന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല വരുന്നത്, പകരം നിങ്ങളാകുന്ന എനർജി തന്നെയാണ് വരുന്നത്. അതിനാൽ വൈബ്രേറ്റ് ലൈക്ക് ദി വേർഷൻ ഓഫ് യു ഹു ഓൾറെഡി ഹാസ് എവറിത്തിങ്. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇതിനകം തന്നെ സ്വന്തമായിട്ടുള്ള വ്യക്തിയായി നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുക.